ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ഈ ഇറങ്ങോ? അല്ല ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ പറയോ? പിന്നെ നീ പറഞ്ഞില്ലേ, എനിക്കിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിന്നെ പറയാൻ പറ്റില്ല എന്നിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പരാതി ഉണ്ടായത്. കഴിഞ്ഞ വീഡിയോ പിന്നെ എന്ത് ചെയ്ത്, ഞാൻ ഒരു കോണ്ടന്റ് പഠിച്ച് വന്നിരുന്നിട്ട് ഞാൻ പറയാൻ വേണ്ടി തുടങ്ങുമ്പോ എന്റെ ബാക്കിൽ വന്നിരുന്നത് മുഴുവൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇതിനവിടെ ഫുൾ ഹിറ്റാണ്. ഞാൻ കണ്ട്. ആവശ്യമൊന്നുമില്ല. എടാ അങ്ങനെ പറയലടാ, എനിക്ക് എന്തെങ്കിലും പണി വേണ്ടോ? നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. അപ്പൊ ഇപ്പൊ ഞാൻ പറയാം. എന്താ എടാ സംഭവം എന്ന് വെച്ചാല്, നമ്മൾ ഈ വാട്സപ്പിലെ ചാറ്റുകൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ. നോർമലായിട്ട് നമ്മൾ എന്താ ചെയ്യുക, വാട്സപ്പിലെ ചാറ്റ് എടുക്കും, എന്നിട്ട് എന്താ ചെയ്യും, സ്ക്രീൻഷോട്ട് എടുക്കും. പറ്റ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് കൂടുതൽ ഇവിടെ അറിയില്ല, ലവേഴ്സിന്റെ ഇടയിലൊക്കെ ഇവരെന്തെങ്കിലും ഈ ബെസ്റ്റികളെ ഇടങ്ങേറാക്കുമ്പോ ഈ പ്രശ്നം വരാം. ബെസ്റ്റികൾ പറയണം, ബെസ്റ്റികൾ നമുക്ക് കണ്ടുകൂടാ. പിന്നെ ഒരു കാര്യം, അപ്പോ ഈ ചാറ്റുകൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് പകരം നമുക്ക് ഇനി എന്താക്കാം, PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഏതിൽ വന്നിട്ടുണ്ട്, വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വാട്സപ്പിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ നിയമപരമായിട്ട് കുറെ അല്ല അങ്ങനെ മാത്രമല്ല, അല്ല അതൊരു റീസൺ ആണ് കേട്ടോ, അതൊരു റീസൺ ആണ്. പിന്നെ നമ്മൾ ഓരോ കേസിന്റെ ഒക്കെ കാര്യത്തിന് ചെലുതുണ്ടില്ല, ചില വാട്സപ്പ് ചാറ്റുകളാണ് സഹായിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ചാറ്റ് ചെയ്യുന്ന അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ആക്ച്വലി മറികടക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീച്ചറിനൊക്കെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. അതായത് ഒരു ചാറ്റ് അത് നമുക്ക് PDF ആക്കിയിട്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അത് നമുക്ക് ഒരാൾക്ക് അയക്കുന്ന സമയത്ത് നമുക്ക് അതിൽ മീഡിയാസ് ഇൻക്ലൂഡ് ആക്കിയിട്ട് അയക്കാൻ പറ്റും, മീഡിയാസ് ഒഴിവാക്കിയിട്ട് ചാറ്റ് മാത്രം ആക്കിയിട്ടും അയക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്ക് PDF ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഐഫോണിലാകുന്ന സമയത്ത് നമുക്ക് സിപ്പ് ഫയലായിട്ടും ഡൗൺലോഡ് ചെയ്യാം. ഇനി അഥവാ നമ്മൾ വേറെ ഏതെങ്കിലും TXT ഫോമാറ്റ് ഒക്കെ വന്നില്ലെങ്കിൽ TXT to PDF കൊടുത്ത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും അഥവാ എന്തെങ്കിലും ഒരു ചാറ്റ് സ്ക്രീൻഷോട്ട് എടുക്കണം, ചാറ്റുകൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യം വന്നാൽ ഒന്നും ചെയ്യണ്ട, എക്സ്പോർട്ട് ചെയ്യുക, എന്നിട്ട് കൈയോടെ പൊക്കുക. ബെസ്റ്റുകളാണെങ്കിൽ ആപത്താണ്, നോക്കുക. എക്സ്പോർട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് സെറ്റിംഗ്സിൽ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഓൾറെഡി നീ പറഞ്ഞു, അത് നമ്മൾ ഇൻസ്റ്റയിലല്ലേ പറഞ്ഞത്. അതായത് വാട്സപ്പ് ചാറ്റിൽ ഇതിന്റെ ഫ്ലോ ഈ വാട്സപ്പ് ചാറ്റിൽ പോവാ, ഈ വാട്സപ്പിൽ സെറ്റിംഗ്സ് പോവാ, എന്നിട്ട് നമ്മൾ ചാറ്റ്സ് എടുക്കുക, അതിൽ ചാറ്റ് ഹിസ്റ്ററി ഉണ്ടാവും. ചാറ്റ് പ്രൈവസി ഉണ്ടാവും. അതിൽ എക്സ്പോർട്ട് ചാറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ വിത്തൗട്ട് മീഡിയ ആണോ അല്ല വിത്ത് മീഡിയ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന്റെ കംപ്ലീറ്റ് എല്ലാ ചാറ്റും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് കൈയോടെ പൊക്കുക, അതങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇവ ഇടയ്ക്കിടക്ക് പറയണ്ട കൈയോടെ പൊക്കുക ആരെ പൊക്കണ കാര്യം പറയണ അനുഭവം ഉണ്ടാവണ്ട. പിന്നെ അപ്പം ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെ തന്നെ നമ്മളെ കെൻമി ഡിജിറ്റൽ അക്കാദമി ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ് നമുക്ക് ഇത് കുറെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഇവർക്ക് എക്സ്പീരിയൻസ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇതൊരു നല്ല ഓപ്ഷൻ ആണ്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പൊ ബൈ.